സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങളിൽ കേസിൽ നടി ഹണി റോസിന്റെ മൊഴിയെടുത്തു. ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് മൊഴിയെടുത്തത്. മോശം പരാമർശങ്ങൾ അടങ്ങിയ സ്ക്രീൻഷോട്ടുകളും കൈമാറിയതിനിടെ ഹണി റോസിനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. 30-ലധികം പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. അശ്ലീല കമന്റിട്ടവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു വരികയാണ്. നാഹി ദിനേശ് തുടർന്ന് വിവരങ്ങളുമായി. നാമി, എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനങ്ങൾക്കും അപമാനങ്ങൾക്കുമൊക്കെ ചുട്ട മറുപടിയുമായാണ് നടി ഹണി റോസ് രംഗത്ത് വന്നത്. ഇപ്പോഴിതാ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അല്ലെ പോലീസിൽ നിന്ന്? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഭവ്യ, ഏറെ വൈകിയെങ്കിലും ഹണി റോസിന്റെ ഈ ഒരു നിലപാട്, പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന ഹണി റോസിന്റെ നിലപാടിന് എല്ലാവരും വലിയ രീതിയിലുള്ള അഭിനന്ദനമാണ് നൽകുന്നത്. കാരണം അത്രയേറെ സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് ഹണി റോസ്. അത് ഒരു സ്ത്രീ എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ അപമാനം നേരിടാമോ അതെല്ലാം ഈ സൈബർ ലോകത്ത് നിന്നും ഹണി റോസ് കുറെ അധികം നാളുകളായി നേരിട്ട് കൊണ്ടുവരികയാണ്. ഇതിനൊരു അറുതി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി ഹണി റോസിനെ മുന്നോട്ടെത്തിക്കാനുള്ള കാരണവും. ഇതിൽ ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കുമ്പളം സ്വദേശിയായിട്ടുള്ള ഷാജി അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. 30-ലധികം പേർക്കെതിരെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ഹണി റോസിനെ ഇന്നലെ വൈകുന്നേരം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തി നേരിട്ട് വിശദമായ മൊഴി നൽകിയിരുന്നു. അതിൽ ഈ മാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ, TV ചാനലുകളിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ വാർത്ത വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനടിയിൽ പോലും അത്തരം വാർത്തകൾക്കടിയിൽ പോലും യൂട്യൂബിലൊക്കെ വളരെ മോശമായ രീതിയിൽ ഹണി റോസിന് പരാമർശമുണ്ടാകുന്നു. വീണ്ടും അശ്ലീലമായിട്ടുള്ള കമന്റുകൾ വരുന്നു. ഇതുകൂടി ഹണി റോസ് പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ മൊഴി നൽകാൻ എത്തിയപ്പോൾ ഇതടക്കം നൽകിക്കൊണ്ടാണ് പോലീസിന് വിശദമായിട്ടുള്ള ഒരു പരാതി കൂടി കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും ഈ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുമൊക്കെ നിരീക്ഷണത്തിലുണ്ട്. ഇതിലുമൊക്കെ അത്തരത്തിൽ അശ്ലീല കമന്റ് ഇടുന്നവരെ പിടികൂടുക എന്നൊരു രീതിയിലേക്ക് തന്നെ പോലീസ് കടന്നിരിക്കുകയാണ്. ഒപ്പം ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാമും പരിശോധനയിലുണ്ട്. ഇതിലുമൊക്കെ മോശം കമന്റ് ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനും പോലീസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റ് ജില്ലകളിലുള്ളവരുണ്ട്. കൊച്ചിയിൽ നിന്നും എത്രയും വേഗം പിടികൂടാൻ പറ്റുന്ന ഒരു വ്യക്തിയെയാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും ഇത് ആളുകളുണ്ട്. അവരിലേക്കുള്ള അന്വേഷണവും നീണ്ടിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അതിന്റെ അന്വേഷണവും പുരോഗമിക്കുക. എന്തായാലും വരും മണിക്കൂറിൽ ഇന്നുമൊക്കെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ഹണി റോസ് എന്ന വ്യക്തി മാത്രമല്ല, ഒരുപാട് സൈബറിടങ്ങളിൽ അറ്റാക്ക് നേരിടുന്ന ഒരുപാട് പേർക്ക് ഒരു മാതൃക തന്നെയാണ് ഹണി റോസിന്റെ ഈ ഒരു പരാതിയും അല്ലെങ്കിൽ ഈ ഒരു നിലപാടുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഹണി റോസ് ഇന്നലെ ന്യൂസ് 18നോടും പ്രതികരിച്ചിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത്തരം സൈബർ അറ്റാക്കുകൾ നടത്തുന്നവർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹണി റോസും. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിശദമായ മൊഴിയും നൽകിയത്. അതാണ് എന്തായാലും സോഷ്യൽ മീഡിയ വാളുകളിൽ എന്തും പറയാമെന്ന് ധരിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഹണി റോസിന്റെ ഈ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.